കോഴിക്കോട് ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്നതിനിടെ കോൺക്രീറ്റ് മതിൽ പൊട്ടിവീണു. തിരുവങ്ങൂർ അടിപ്പാതയിൽ കോൺക്രീറ്റ് മതിൽ മുകളിലേക്ക് കയറ്റുന്നതിനിടെ കയർ പൊട്ടി താഴെ വീഴുകയായിരുന്നു. ഫൈസൽ അസീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഫൈസൽ, ഇത് എപ്പോഴാണ് സംഭവം? തലനാരിഴയ്ക്കാണെന്ന് തോന്നുന്നു വലിയൊരു അപകടം ഒഴിവായത്. ആളഭയമൊന്നുമില്ലല്ലോ അല്ലേ? ജീന, ഇന്ന് ഉച്ചക്ക് 12:45 കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത്. അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അതിൻ്റെ ആ പൊട്ടിയ കോൺക്രീറ്റ് സ്ലാബിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഉച്ചക്ക് 12 ക്രെയിനിൽ ഈ കോൺക്രീറ്റ് സ്ലാബ് മുകളിലേക്ക് ഉയർത്തുന്നതിനിടെയാണ് അത് ആ കയറ് പൊട്ടി. അതിൻ്റെ കയറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ആ ബാരിക്കേഡ്, ആ കോൺക്രീറ്റ് ബാരിക്കേഡ് കാണാം. അതിൻ്റെ മുകളിൽ ആ കയറിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ കാണാൻ സാധിക്കും. അത് കെട്ടാൻ ഉപയോഗിച്ച കയറും അതുപോലെ അത് തൂക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പിയും ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ കോൺക്രീറ്റ് സ്ലാബ് മുകളിലേക്ക് കയറ്റുന്നതിൻ്റെ വടം പൊട്ടിപ്പോയതാണ്, കയറ് പൊട്ടിപ്പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഇവിടെ സാധാരണ വലിയ രീതിയിൽ വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. അപ്പോൾ അന്നേരം ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ് ഏറ്റവും വലിയൊരു അപകടത്തിന് വലിയൊരു അപകടം വഴിമാറിപ്പോയത്. ആ സമയത്ത് വാഹനങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ ആൾക്കാരോ ഒന്നുമില്ലാത്തതാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സാധ്യമായത്. ഏതായാലും ഇപ്പോൾ ഇതിന് നമുക്ക് കാണാം, ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ CPM-ൻ്റെ പ്രവർത്തകർ എത്തി ചുവപ്പ് കൊടി നാട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ദേശീയപാത അതോറിറ്റിയുടെ പ്രൊജക്ട് മാനേജറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാവുന്ന ഈ ബാരിക്കേഡ്, കോൺക്രീറ്റ് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അത് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതാണ്, അല്ലാതെ അതിൽ മറ്റൊരു അപകടവും കാണുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സമീപത്തെ കടയുടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ എത്ര മണിക്കാണ്? ഇത് കറക്റ്റ് 12:50 സംഭവം. വെള്ളിയാഴ്ച ദിവസമാണ്. റോട്ടിലൊന്നും ആരുമില്ല, വാഹനങ്ങളുമില്ല. അങ്ങനത്തെ ടൈമിലാണ് ഇവർ ക്രെയിനിൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കയറ് പൊട്ടി നേരത്തെ ആ ഭിത്തിൻ്റെ മുകളിൽ വീണതാണ്. ഭിത്തി വീണ് ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന മാതിരി റോഡ് മുഴുവൻ ഇങ്ങനെ പറഞ്ഞ ഭാഗ്യത്തിന് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോറിക്കാരൻ വന്ന് ലോറിയിൽ ആൾ നിർത്തിയിട്ടാണ് ഈ സാധനങ്ങൾ മാറ്റിയിട്ട് അവർ വണ്ടി പോയത്. ഇത് ദേശീയപാത അതോറിറ്റിനെ അറിയിക്കുകയൊക്കെ ചെയ്തു. ദേശീയപാത അതോറിറ്റിനെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ചാനലേരെ അറിയിച്ചിട്ടുണ്ട്. ചാനലേരെ രാവിലെ ഒക്കെ പോലെ തന്നെ വന്നിട്ടുണ്ട്. ദേശീയപാതേൻ്റെ ആൾക്കാർ അതിൻ്റെ മുകളിലുണ്ട്. ദേശീയപാതേൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്, സംഭവ സ്ഥലത്തുണ്ട്. യെസ്, അത് തന്നെയാണ്. അതായത് ഇന്ന് ഉച്ചക്ക് 12:45 കൂടിയാണ് ഇത്തരത്തിൽ അപകടം. യെസ്, അത് തന്നെ 12:50 കൂടിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ജുമാ ടൈം, അതായത് വെള്ളിയാഴ്ചയാണ്, പ്രത്യേക നമസ്കാരത്തിന്റെ സമയമായതിനാൽ ആൾക്കൂട്ടമോ അല്ലെങ്കിൽ വാഹനങ്ങളോ ഇല്ലാതിരുന്നത് റോഡിൽ ഇല്ലാത്തതും വലിയൊരു ആൾക്കൂട്ടം ഇല്ലാത്തതുമാണ് വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായത്.